നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പെങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിനോടനുബന്ധിച്ചുള്ള തലേ ദിവസം പുട കൊടുക്കാനുള്ള ചടങ്ങുണ്ടല്ലോ. പെൺകുട്ടിയുടെ വീട് പുലിയന്നൂർ ആദൂർ ചിറയ്ക്ക് സമീപത്താണ് വീട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പെങ്ങളെ വീട്ടിലാണ്. പെങ്ങളെ വീട് എളവള്ളിയിലാണ്. അപ്പൊ ഈ കാണുന്നവരിലെ എൻ്റെ ചേട്ടന്മാര്, ചേച്ചിമാര്, അളിയന്റെ അനിയന്മാര്, അവരുടെ ഭാര്യമാര്, കൂടാതെ കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ്റെ 2 പെങ്ങന്മാര് ട്വിൻസാണ് കേട്ടോ. പിന്നെ അവരുടെ ഭർത്താക്കന്മാർ, പിന്നെ അവരുടെ മക്കൾ, കൂടാതെ ഏകദേശം ഒരു 50 പേരോളം ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഫോൺ പിടിച്ചു വരുന്നതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. അങ്ങനെ നമ്മൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. എല്ലാവരും വർത്താനം പറയണ തിരക്കിലാണ്. പിന്നെ നമ്മളിപ്പോൾ പുട കൊടുക്കൽ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് വിളക്കും നാഴിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ ഇവിടെ നോക്കി, തിരിച്ചു നോക്കി, ക്യാമറ നോക്കി, ഇവിടെ ഇത് നമ്മൾ കല്യാണ പെണ്ണിന്റെ അച്ഛൻ, അമ്മ, അഞ്ചത്തി, അമ്മാവ. പിന്നെ അതിൽ കല്യാണ പെണ്ണിന്റെയും കല്യാണ ചെക്കൻ്റെയും പേര് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് അടുത്ത ദിവസം നമുക്ക് കാണാം. പുടവ കൊടുക്കട്ടെ 3 പ്രാവശ്യം ചോദിക്കുന്നത്. വാങ്ങട്ടെ 3 പ്രാവശ്യം ചോദിക്കുക. എന്നിട്ട് വാങ്ങി പോട്ടെ. എന്തെങ്കിലും പറയണേ പറഞ്ഞോളെ. ഞാൻ നോക്കുന്നുണ്ട്, വിളക്കം ഞാൻ ഇവര് ചെറുക്കൻ്റെ 2 പെങ്ങന്മാരാണ്. വീണ വൃന്ദ പേര്. അവരെ വീട് പേര് അമ്മു, മാളു. അമ്മുവിനൊരു മോനാണുള്ളത്. ഭർത്താവിൻ്റെ പേര് സ്നെജില്. മാളുവിൻ്റെ ഭർത്താവിൻ്റെ പേര് സഞ്ജു. ഇതെൻ്റെ ചെറിയേട്ടൻ്റെ ഫാമിലിയാണ്. ചെറിയേട്ടൻ ഫംഗ്ഷന് വന്നിട്ടില്ല. ചെറിയേട്ടൻ്റെ മൂത്ത മകനാണ് അക്ഷയും, രണ്ടാമത്തെ മകൻ അനയ്. അക്ഷയിൻ്റെ ഭാര്യ ഐശ്വര്യ. ഇത് വലിയേട്ടനും ഫാമിലിയുമാണ്. വലിയേട്ടൻ്റെ മകളുടെ പേര് ശില്പ. ശില്പയുടെ ഭർത്താവ് നികേഷ്. നികേഷിൻ്റെ അമ്മയാണ്. ശില്പയ്ക്ക് 3 മക്കളാണ്. ഒന്ന് നിള, നിഹാല്, നിത്താര. നിത്താരയ്ക്ക് 5 മാസമായിട്ടുള്ളൂ കേട്ടോ. ഇത് എൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഭാര്യ, മകൻ, മകള്. ഇത് അനിയൻ്റെ ഭാര്യയാണ്. അനിയനെ ഇപ്പം ഇന്ന് വരാൻ സാധിച്ചിട്ടില്ല. നമ്മൾ നേരത്തെ കണ്ട വലിയേട്ടൻ്റെ മരുമകൻ്റെ അച്ഛനും അമ്മയുമാണ്. അപ്പോൾ കല്യാണ ദിവസം വന്നെത്തിയിട്ട എല്ലാ ബന്ധുമിത്രാദിലൊക്കെ വന്ന് ഗുരുവായൂർ അമ്പലത്തിലാണ് കെട്ട്. അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറുക്കൻ വണ്ടിയിൽ കയറാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ക്യാമറാമാൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അവൻ്റെ നീക്കങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലെത്തി. അയ്യോ പറയാൻ പറ്റില്ല, ജനസാഗരാണ്. എന്തൊരു തിരക്കവിടെ. ഞാൻ ഇങ്ങനൊരു തിരക്ക് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടിട്ടില്ല കേട്ടോ.
ഒരു ഫാനെങ്കിലും ആ ഹാളിൽ ഇടുകയെങ്കിൽ മണ്ഡപം നിൽക്കുന്ന 4 മണ്ഡപം ഉണ്ട്, അതിൻ്റെ മുകളിൽ ഫാൻ ഇടുക വളരെ പോകാന്ന് വേർത്ത് ഷർട്ടൊക്കെ കുളിച്ചു. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. എന്തോരം കല്യാണമായിരുന്നു. അങ്ങനെ പെണ്ണും ചെക്കനും കല്യാണ മണ്ഡപത്തിലേക്ക് കെട്ടാൻ കയറി നിൽക്കുകയാണ്. ഈ ഷൂട്ട് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട്. അകലെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തത്. അത്രയും തിരക്കാണ്. കെട്ട് കഴിഞ്ഞ് തൊഴാൻ നിൽക്കുകയാണ്. പെണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്നത് പെങ്ങളും അളിയനാണ്. പെങ്ങളെ പേര് ബിന്ദു, അളിയൻ്റെ പേര് രമേശ്. ടുട്ടുവും ശ്രീകുട്ടിയും കൂടി ടുട്ടുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവരുടെ ശരിയായ പേര് കൃഷ്ണരാഹുലിനും അനികാന്നുമാണ്. തിരിച്ചു കൊടുത്തേ. ക്യാമറ നോക്കണ്ട, ക്യാമറ നോക്കണ്ട. നിങ്ങൾ ഇവിടെ നോക്കണ്ട. അനിയത്തി ഒന്ന് പ്രതിക്കുന്നേ. നിങ്ങൾ ക്യാമറയിലേക്ക് നോക്കണ്ട. അത് കെട്ടിപ്പിടിച്ചിട്ടും കൊടുത്തേ. ക്യാമറ നോക്കണ്ട, കെട്ടിപ്പിടിച്ചിട്ടും കൊടുത്തേ. ക്യാമറ നോക്കണ്ട. അച്ഛൻ മോളെത്തിക്കുന്നേ, മോളെത്തിക്കുന്നേ. ക്യാമറ നോക്കണ്ട, ഒരു മോളത്തെ നമുക്കറിയാത്ത അറിയില്ല. ആ വണ്ടി വരും, വണ്ടി വരും. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? നമ്മളിപ്പോൾ റിസപ്ഷൻ ഹാളിലാണ് നിൽക്കുന്നത്. ആ വിളക്ക് കത്തിക്കുന്നത് അളിയനും പെങ്ങളും കൂടിയിട്ടാണ്.
ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഇതിൽ അച്ചമ്മയും പാപ്പനും മേമയും ഇല്ല. മേമ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ മേമ പോയി. അച്ചമ്മയ്ക്കാണെങ്കിൽ പ്രായമായതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് അച്ചമ്മ വന്നിട്ടില്ല. അച്ചമ്മയുടെ ഒപ്പം കൂട്ടിയിരിക്കുകയാണ് പാപ്പൻ, അതുകൊണ്ട് പാപ്പൻ എത്തിയില്ല. ഇനി നമുക്ക് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇടതുവശത്ത് ഇരിക്കുന്നതാണ് എൻ്റെ ചെറുവെലിശൻ, ചെറുവെലിമ്മ. ചെറുവെലിമ്മയുടെ കയ്യിലിരിക്കുന്നത് വലിയ വെലിശൻ്റെ 3ാമത്തെ പേരക്കുട്ടിയാണ് നിത്താര ബേബി. പിന്നെ അമ്മ, അച്ഛൻ, വലിയ വെലിശൻ, വലിയ വെലിമ്മ. പിന്നെ വലിയ വെലിശൻ്റെ മോള് ശില്പ, ശില്പേച്ചിയുടെ മൂത്ത മക്കള് നിഹാല്, നിള. പിന്നെ ശില്പേച്ചിയുടെ ഹസ്ബൻഡ് നികീഷേട്ടൻ, നികീഷേൻ്റെ അമ്മ. ബാക്കിൽ നിൽക്കുന്നത് ചെറുവെലിശൻ്റെ താഴെയുള്ള മോൻ കിച്ചുചേട്ടൻ, മൂത്ത മോൻ അച്ചുചേട്ടൻ, പിന്നെ അച്ഛൻ്റെ വൈഫ് ഐശ്വര്യേച്ചി, പിന്നെ ഞാനും ചേട്ടനും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.